ഹലോ ഗൈസ്, ഞാനിന്ന് ആടുജീവിതം കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ കുറേ കുഴപ്പങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ സഹിച്ചിരിക്കുവാണെങ്കിൽ കാണാം, ഇല്ലാത്തവർക്ക് ഇട്ടിട്ട് പോവാം. ഇതിൽ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ സാധിക്കില്ല. എന്നാലും പറ്റുന്നത്ര ഇടയിലൊക്കെ വീഡിയോ എനിക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആടുജീവിതം കാണാൻ പോവാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈ ഔട്ടർ ഏരിയ ആയിട്ടുള്ളൊരു സിംഗപ്പെരുമാൾ കോവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് ഞാൻ ഗിണ്ടിയിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന റാം കെയർ ഓഫ് ആനന്ദി വായിച്ചവർക്കൊക്കെ മനസ്സിലായി കാണും. ഗിണ്ടി എന്ന സ്ഥലവും അവിടുത്തെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമും സിമെൻറ്റ് ബെഞ്ചും എല്ലാം. സോ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് വേലച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഫീനിക്സ് മാളിലാണ് നമുക്ക് സിനിമ കാണാനുള്ള. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. എന്തായാലും സൂചി കൊടുത്താൻ ഇട കാണത്തില്ലെന്ന് തോന്നുന്നു ട്രെയിനകത്ത്. എന്തായാലും എങ്ങനെയാലും കുത്തി കയറിയിരിക്കുക. അപ്പോൾ നമുക്ക് ഗിണ്ടിയിലെത്തിയിട്ട് കാണാം. നമുക്കുള്ള ട്രെയിൻ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല തിരക്കാണ്, ഇടിച്ച് കയറിയേ പറ്റത്തുള്ളൂ. സീറ്റ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ നമ്മൾ ഗിണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗിണ്ടി, ഇതാണ് റാമും മല്ലിയും സഞ്ചരിച്ച മേൽപ്പാലം റെയിൽവേ സ്റ്റേഷൻ. ഇനി ഇവിടെ നിന്ന് ഇടത്തോട്ട് പോയാലാണ് നമുക്ക് ബസ് സ്റ്റാൻഡുള്ളത്. സബ്വേ ഇറങ്ങി വേണം നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ. അപ്പോൾ ഫീനിക്സ് മാളിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ബസ്സിന് പോകണം. വേലച്ചേരി റൂട്ടാണ്. സോ ഇതുവഴിയാണ് സബ്വേയിലോട്ട് പോകുന്നത്. സബ്വേയിലോട്ട് പോകുന്ന വഴിയെല്ലാം ഇതുപോലെ ചെറുകിട കച്ചവടങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ സബ്വേയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നേരത്തെയൊക്കെ ഞാൻ ഇത് കഴിയുമ്പോൾ സബ്വേ 2 സൈഡിലും ഇഷ്ടംപോലെ കടകളായിരുന്നു. കാരണം ഇതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ, പൂക്കൾ, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ 2 സൈഡിലുമായിട്ട് പല കച്ചവടക്കാരായിരുന്നു. പക്ഷേ ഇന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ആളുകളൊന്നും കാണുന്നില്ല. എനിക്കിവിടുത്തെ ബസ് സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗിണ്ടിയിൽ. കാരണം മറ്റ് നമ്മുടെ ആ ഒരു ബസ് സ്റ്റാൻഡ് കൂട്ടല്ല, കെട്ടിടങ്ങളൊക്കെ വെച്ച് പില്ലേഴ്സൊക്കെ അടിച്ച് അങ്ങനത്തെ ഒരു ബസ് സ്റ്റാൻഡല്ലേ ഇത് കുറച്ചുകൂടെ രസമാണ്. കാരണം ഫോട്ടോ ഒക്കെ എടുക്കാനാലും നല്ല രസമാണ്. കണ്ടോ, മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞിരിക്കും. വലിയൊരു ഷെഡേ ഉള്ളൂ ഇവിടെ. അതുപോലെ തന്നെ അപ്പുറത്തും ഉണ്ട്. ഇത് 4ആയിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നൊരു റോഡാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ മരങ്ങളുണ്ട്. ഇതുപോലെ ഒരു സൈഡിൽ ഒരു ഷെഡ്, അപ്പുറത്തെ ഒരു സൈഡിൽ ഒരു ഷെഡ്. അപ്പോൾ രസമാണ് ഇവിടുത്തെ ആ ഒരു കാഴ്ച, മരങ്ങളും പൂക്കളും എല്ലാം ആയിട്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട ബസ്സിനെയും 570 ഉണ്ട്, അതുപോലെ തന്നെ 119 ഉണ്ട്. അപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ വന്നവർക്കറിയായിരിക്കും, നമ്മുടെ കൂട്ട് ബോർഡ് എഴുതി വെച്ചിട്ടൊന്നുമില്ല, നമ്പർ നോക്കിയാണ് പോകുന്നത്. ബസ്സിന് ഓരോ നമ്പറുണ്ട്, 119, 570, 53 അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ സ്ഥലത്തേക്കും ഓരോ നമ്പറിലുള്ള ബസ്സാണ്. അപ്പോൾ ആ ബസ് വരുന്നത് നോക്കാം. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാതാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ചെറിയ വിശപ്പും അതുകൊണ്ട് ചൂടിൻ്റെ ഒരു ദാഹവും. അപ്പോൾ പിന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ ഓർത്ത് കയറിയതാണ്. അപ്പോൾ ഒരു ലസ്സി അങ്ങ് ഓർഡർ ചെയ്ത്, കുഴപ്പമില്ല, അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ബില്ല് പേ ചെയ്തപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത്. ഇത് മറ്റേ നമ്മുടെ പഴം കേക്കുണ്ട്, പഴം കൊണ്ടുണ്ടാക്കിയ കേക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇത് കഴിക്കുന്നത്. സോ നല്ല ടേസ്റ്റാണ്. ഇവിടെ വന്നവർക്ക് ഈ ഗിണ്ടി എന്നല്ല, തമിഴ്നാട്ടിൽ പലയിടത്തും ഈ ഒരു സാധനം കിട്ടും. ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുക, നല്ല ടേസ്റ്റാണ്. ഒരു വിധത്തിൽ ഓടിപ്പിടിച്ച് കയറി. AC ബസ്സാണ്. ടിക്കറ്റ് ചാർജ് 20 രൂപയാണ്. മറ്റേ ബസ്സിനൊക്കെ പോകണമെങ്കിൽ ചാർജ് കുറവായിരിക്കും. എന്തായാലും നമുക്ക് ഈ ബസ്സാണ് കിട്ടിയത്. ഇവിടുത്തെ തമിഴ്നാട്ടിലെ ബസ്സിൽ പിങ്ക് കളറ്, അതുപോലെ തന്നെ ബ്രൗൺ കളർ ബസ്സിൽ സ്ത്രീകൾക്ക് ടിക്കറ്റ് വേണ്ട. അത് നമ്മുടെ കേരളം ജെൻഡർ ഈക്വാലിറ്റി അവർ പക്കയാണ്. ഏത് ബസ്സാണേലും പുരുഷനാണോ സ്ത്രീയാണോ ടിക്കറ്റ് എടുത്തേ ആവണം. അതൊക്കെയാണ് കേരളം അല്ലേ. എന്തായാലും നമുക്ക് നേരെ വേലച്ചേരി പോകാം. അപ്പോൾ വേലച്ചേരി സ്റ്റോപ്പ് എത്തി. നമ്മുടെ ഇവിടെ ഗുരുനാനാക്ക് കോളേജ് സ്റ്റോപ്പ്, അങ്ങനെയാണ് ഇതിന് പറയുന്നത്. ഇല്ല, ഫീനിക്സ് മാൾ എന്ന് പറഞ്ഞാൽ അവരിവിടെ തന്നെ ഇറക്കി വിടും. എന്നിട്ട് നമ്മൾ ബസ് വന്ന ആ വഴി പുറകിലോട്ട് കുറച്ച് നടക്കണം. ഇതാണ് കോളേജ്, ഗുരുനാനാക്ക് കോളേജ്. അപ്പോൾ ഫീനിക്സ് മാൾ എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു ബിൽഡിംഗ് ആണെന്നില്ലേ, അതിൻ്റെ ബാക്കിലായിട്ടാണ് ഫീനിക്സ് മാൾ വരുന്നത്. ചെന്നൈയിലെ തന്നെ ലാർജസ്റ്റ് മാളെന്നാണ് പറയുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിപ്പോൾ കാണുന്നത് വെസ്റ്റ് സൈഡാണ്, ടാറ്റയുടെ വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ മാളാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ നടക്കുന്നുള്ളായിരുന്നു. ഇപ്പോൾ എന്തായാലും പണി കഴിഞ്ഞ് രസമുണ്ട്, ഒന്ന് കയറണം എന്തായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീനിക്സ് മാൾ, ചെന്നൈ ബിഗ്ഗസ്റ്റ് മാൾ. അപ്പോൾ ഇത് കാണുന്നോട്ട് ചെറുതായിട്ട് തോന്നുമെങ്കിലും അണ്ടർഗ്രൗണ്ട് വരെ ഉണ്ട് ഇതിന്. സോ ഒരു 4 നിലയോളം ഉണ്ട് ഈ ഒരു മാള്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇതൊരു സൈഡിൽ കൂടെ നടന്ന് അകത്തോട്ട് പോകണം. അവിടെയാണ് മെയിൻ എൻട്രൻസ് വരുന്നത്.
ശരിക്കും ആ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. അതുവഴി നമുക്ക് കയറാം. കയറിയിട്ട് അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഷോപ്പിംഗ് ചെയ്യാവുന്നതാണ്. അതുവഴി നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങിലും പോവാം, അതുവഴി എക്സിറ്റും ചെയ്യാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ എന്തായാലും മാള് നമുക്ക് ഫുള്ളൊന്ന് ചുറ്റി കാണാം. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നതിന് താഴെ ഒരു നില കൂടെ ഉണ്ട്, അതിന് ലോവർ ഗ്രൗണ്ട് ഫ്ലോർ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ നിൽക്കുന്ന ഗ്രൗണ്ട് ഫ്ലോർ, അതിന് മേളിൽ ഒരു 2 നില കൂടെ ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ്. പിന്നെ അങ്ങ് അറ്റത്തായിട്ട് ഒരു 3rd ഫ്ലോർ കൂടെ ഉണ്ട്. അവിടെ പക്ഷേ ഫുഡ് കോർട്ട് കൂട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വഴി നമുക്ക് ഫസ്റ്റ് കണ്ടൊരു ബിൽഡിങ്ങുണ്ട്, നമ്മൾ എൻട്രൻസിൽ കണ്ട ആ ഒരു ബിൽഡിങ്ങിലോട്ട് പോകാനുള്ളൊരു പാസേജും ഉണ്ട്. അത് ആ ഒരു വഴിയൊക്കെ രസമാണ് പോകാൻ. അപ്പോൾ നമ്മൾ ഫീനിക്സ് മാളിൽ വന്നാൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാം, ഇതുപോലത്തെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്, എല്ലാം കാണിച്ചു തരാം. ഇവിടെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഈ ഹാരി പോട്ടറിൻ്റെയൊക്കെ മാജിക് വാൻഡ്, അതുപോലെ തന്നെ പുള്ളി പറന്നുപോയ വടി, സ്പെൽ ബുക്ക്, അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് കാണിക്കാം. ഇത് ഞാൻ എൻ്റെ കസിൻ അയച്ചു കൊടുത്താൽ പുള്ളി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഇട്ട് തന്നിട്ടുണ്ട്. അത് വെച്ച് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്തായാലും സംഭവം കൊള്ളാം. സാധനം എന്തായാലും മേടിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളായിരുന്നു. പണ്ട് എത്ര പേരക്കമ്പുകൾ വെട്ടി ഇതുപോലെ ഉണ്ടാക്കി കളിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിലിങ് പക്കയാണ് കേട്ടോ. പ്ലാസ്റ്റിക്കാന്ന് തോന്നുന്ന സാധനം കണ്ടിട്ട്. എന്തായാലും അടിപൊളി സാധനം, കൊള്ളാം. സിനിമ തുടങ്ങുന്ന സമയം നമുക്ക് എന്തായാലും തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോവാം. ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലാണ് തിയേറ്റർ, അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഫിനിക്സ് മാളിലെ ഐനോക്സ് ലക്സ് സിനിമാസ്. ഐനോക്സ് ആണോ ഇനോക്സ് ആണോ എന്നറിയില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊണൗൺസ് ദിസ്. എന്തായാലും അതിൻ്റെ അകത്തെ ഇൻറ്റീരിയറൊക്കെ കൊള്ളാം. അതിന് മുമ്പ് ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചത്. ഇതവിടെയാണ് നമ്മുടെ VR പ്ലേയിങ് ഒക്കെ ഇല്ലേ, പിള്ളേർക്ക് കളിക്കാനുള്ളതുകൊണ്ട് നമുക്ക് മുതിർന്നവർക്ക് കളിക്കാം. അങ്ങനത്തെ ഒരു പ്ലേ സ്റ്റേഷനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. രസമാണ് അവിടെ. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് വരാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് തിയേറ്ററിലോട്ട് കയറാം. എന്തായാലും സിനിമ കാണുന്ന സമയമാറായി, കയറാം. ഇതാണ് എൻട്രൻസ്. ഇതിൻ്റെ ഉൾവശം പക്ക ലക്ഷറിയസ് ആണ്, ലക്ഷറിയസ് ലുക്കാണ് ഇത് കാണാൻ. ഭയങ്കര രസമാണ് കാണാൻ. ഇവിടെ കുറേ ഒരു മാളെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഏകദേശം 7-8 സ്ക്രീനോളം ഉണ്ട് ഈ ഒരു തിയേറ്ററിൽ തന്നെ. എന്തായാലും നമുക്ക് കയറി നോക്കാം, ഫുള്ള് കാണിക്കാം. ഇവിടെ തന്നെ നമുക്ക് സൈഡിൽ ഇതുപോലെ വന്ന് ചുമ്മാ ഇരിക്കാം. ഫ്രണ്ട്സായിട്ടൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് വെയിറ്റിംഗ് ഇരിക്കാം. പിന്നെ നമ്മൾ ഒറ്റയ്ക്കായതുകൊണ്ട് കയറുവാണ്. ഇവിടെ ചെറുതായിട്ട് ഒരു ബോഡി ചെക്കിംഗ് ഒക്കെ ഉണ്ട്, അത് കഴിഞ്ഞ് ഉള്ളോട്ട് കയറാം. അപ്പോൾ ഇതാണ് നമ്മൾ തിയേറ്ററിൻ്റെ അകത്തോട്ട് കയറാനുള്ള ഭാഗം. ഫസ്റ്റ് തന്നെ ഐമാക്സിൻ്റെ എൻട്രൻസ് ആണ് കാണുന്നത്.
ഐമാക്സ് ഞാനിവിടെ ഡോക്ടർ സ്ട്രേഞ്ച് കാണാനാണ് വന്നത് ഫസ്റ്റ്. ഐമാക്സ് സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. ഞാൻ പല തിയേറ്ററിലും പോയിട്ടുണ്ട്, എനിക്ക് പക്ഷേ സൗണ്ട് സിസ്റ്റം ഇഷ്ടപ്പെട്ടത് ഈ തിയേറ്ററിലാണ് ഇവരുടെ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്നത്. ഇവിടെ ഞാൻ ഡോക്ടർ സ്ട്രേഞ്ച് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സ്പൈഡർമാൻ്റെ ഇൻറ്റു ദ സ്പൈഡർ വേഴ്സ്, അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ കണ്ടിട്ടുണ്ട്. സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ്, അതുപോലെ തന്നെ സ്ക്രീനും. ഇനി സീറ്റ് തപ്പി കണ്ടുപിടിക്കണം, മണ്ടക്കെങ്ങാണ്ടാണ് പോയി തപ്പാം. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഐമാക്സിൽ കിട്ടാൻ എൻ്റെ സ്ലാൻഡിങ് ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് ഏത് സീറ്റിൽ ഇരുന്നാലും പക്കാ വിഷ്വലായിട്ട് നമുക്ക് വിഷ്വൽ ആസ്വദിക്കാൻ പറ്റും. സിനിമ തുടങ്ങാറായപ്പോൾ തിയേറ്ററിലുള്ള ചെറിയ സൗണ്ടാണ് കേൾപ്പിച്ചത്. പടം കണ്ടു കഴിഞ്ഞു, ഒരു രക്ഷയില്ല, അടിപൊളി പടം. വെളിയിറങ്ങിയിട്ട് ബാക്കി പറയാം. സോ പടം കണ്ടിട്ടിറങ്ങി, പടം ഒരു രക്ഷയില്ല, ഒരു പീക്ക് ലെവൽ. ഇത് കഥ വായിക്കാതെ പോയവർക്ക് എക്സ്ട്രീം എഫക്റ്റ് ആയിരിക്കും, എക്സ്ട്രീമായിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും ആ ഒരു പടം. പക്ഷെ കഥ വായിച്ചവർക്ക് അത്ര എഫക്റ്റ് വരത്തില്ലെന്ന് തോന്നുന്നു. കാരണം നോവൽ വായിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു വായിച്ച് നമ്മൾ ആ വായന നമുക്ക് അദ്ദേഹത്തിൻ്റെ മണം നമുക്ക് കിട്ടും, ആ ആടിൻ്റെ ഒരു മണം. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ മണം കിട്ടിയില്ലെങ്കിലും, പക്ഷേ സിനിമ കൊള്ളില്ലെന്നല്ല, സിനിമ ഒരു രക്ഷയില്ല, അടിപൊളി സിനിമയാണ്. ബുക്ക് വായിച്ചത് വെച്ച് നോക്കുമ്പോൾ ഒരു പടി മുകളിലാണ്, സിനിമയെക്കാട്ട് ഒരു പടി മുകളിലാണ് ബുക്ക് എന്ന് വേണം പറയാൻ. പക്ഷേ ഒരു രക്ഷയില്ല. അതിലെ ആ പൃഥ്വിരാജിൻ്റെ സീൻസൊക്കെയാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ വേറെ ലെവല്. പിന്നെ അതിൻ്റെ കൂടെ എ ആർ റഹ്മാൻ്റെ മ്യൂസിക് പിന്നീട് എടുത്തു പറയേണ്ട അതിൻ്റെ വിഷ്വൽസാണ്. ബുക്ക് ഈ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്, അപ്പോൾ പലരുടെ മനസ്സിൽ ഓരോ വിഷ്വൽ കാണും. അതിൻ്റെ 10 ഇരട്ടി മുകളിലാണ് ബ്ലസ്സി എന്ന് പറഞ്ഞ ഡയറക്ടർ അതിൻ്റെ വിഷ്വൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ആ മരുഭൂമിയിലെ ആ ഒരു ലൊക്കേഷനൊക്കെ ആണെങ്കിലും അത് ഒരേ സമയം ബ്യൂട്ടിഫുള്ളുമാണ്, അതേ കൂട്ടാൻ അതിൻ്റെ ഏകാന്തതയെ നമുക്ക് കിട്ടും. പിന്നെ അദ്ദേഹം ഫസ്റ്റ് ഹാഫിലൊക്കെ ആണെങ്കിലും നാട്ടിലെ സീൻസ് കാണിക്കുന്നുണ്ട്. നാട്ടിലെ സീൻസ് കാണിക്കുന്ന എല്ലാം പുഴ, വെള്ളം, ആ വെള്ളമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മഴ കാണിക്കുന്നുണ്ട്, മഴയത്താണ് സീൻ. അതുപോലെ തന്നെ പുഴ, ഇങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ നാട്ടിലെ സീൻസിലാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ മരുഭൂമിയിൽ എന്ന് വെച്ചാൽ രണ്ട് വെള്ളമുള്ളതും ഇല്ലാത്തതായിട്ടുള്ള ആ ഒരു അവസ്ഥ അത് ഡബിളായിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അതുപോലെ തന്നെ സിമെട്രിക്കലായിട്ടുള്ള കുറേ ഷോട്ട്സ്, ആടിൻ്റെയും പുള്ളിയുടെയും കൂടെ എന്ന് വെച്ചാൽ ആടായി മാറുന്നത്, അങ്ങനെ ഒരു സീനുകളൊക്കെ, അങ്ങനെ വിഷ്വലി കമ്മ്യൂണിക്കേഷനും എല്ലാം ചെയ്തുകൊണ്ടുള്ളൊരു പക്ക മൂവിയായിരുന്നു. മസ്റ്റ് വാച്ച് തിയേറ്റർ. അങ്ങനെ 7-8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സിനിമ കണ്ടു, അടിപൊളി. ഇനി തിരിച്ചു പോകാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ ബസ് പിടിച്ച് ഗിണ്ടി പോകണം, ഗിണ്ടിയിൽ നിന്ന് ട്രെയിൻ പിടിച്ച് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോകണം. അതാണ്. അപ്പോൾ സമയം 5 മണിയൊക്കെ ആറായി. ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാൻ നോക്കും, ജ്യൂസ് കുടിച്ചിട്ട് പോകാം. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒരു മലയാളിയുടെ ജ്യൂസ് കട കാണും, ഉറപ്പായിരിക്കും. ചെന്നൈയിൽ എവിടെ വന്നാലും ഒരു ജ്യൂസ് കട കയറിയാൽ അതൊരു മലയാളിയുടെ ആയിരിക്കും, ഉറപ്പാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ജ്യൂസ് അവിടെ തപ്പിപ്പോവാം. ഞാൻ പറഞ്ഞില്ലേ ഒരു മലയാളിയുടെ കട കാണുമെന്ന്, ഇവിടെ തന്നെ കിട്ടി. എന്തായാലും ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ട്, കുടിച്ചു നോക്കാം. കൊള്ളാം, മലയാളി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വെള്ളം കൂടുതൽ ഒഴിച്ച് തന്നിട്ടുണ്ട് ജ്യൂസിനകത്ത്. അങ്ങനെ അലമ്പ് ജ്യൂസ് കുടിച്ച് തീർത്തിട്ടുണ്ട്. എനിക്കൊന്ന് ഒരു ജാറ് കഴുകിയ വെള്ളമാണ് തന്നതെന്ന് എനിക്ക് ഡൗട്ട്. ജ്യൂസ് കൈതച്ചക്കയുടെ ഒരു തരി പോലും ഇല്ലാത്തില്ലായിരുന്നു. എന്തായാലും കുടിച്ച് കുറേതില്ല, കുടിച്ച് തിരിച്ചു പോവാം. നല്ല ട്രാഫിക് ഉണ്ട്, സൺഡേ അല്ലേ. സൺഡേ അത് മാത്രമല്ല ഈവനിങ് ടൈമാണ്, നല്ല ട്രാഫിക് ഉണ്ട്. എന്തായാലും ഗിണ്ടി എത്തിയിട്ടുണ്ട്. ഇനി ഗിണ്ടി ഇവിടുന്ന് ട്രെയിൻ കയറി നമ്മുടെ സ്ഥലത്ത് കയറണം. എന്തായാലും ഈ ഒരു വ്ളോഗ് ഫുള്ള് കണ്ടു നിന്നവർക്ക് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റാം കെയർ ഓഫ് ആനന്ദിലെ ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് മേൽപ്പാലം, റാമമല്ലി നടന്നു പോകുന്ന വഴി. ഓക്കെ, മറ്റേ സമൂസ ഉണ്ടാക്കുന്ന അമ്മച്ചിയെ മാത്രം നോക്കി കിട്ടിയില്ല. എന്തായാലും നമുക്ക് പോകാനുള്ള ട്രെയിനും 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ഏതൊരു സിമെൻറ്റ് ബെഞ്ച് പേരുണ്ടോ എന്ന് തപ്പി നോക്കാം.
അങ്ങനെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോം ഫുള്ള് തപ്പി, ഒരു ബെഞ്ചിൽ ഒരു പേരും ഇല്ല. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ഗുഡ് ബൈ, ടാറ്റാ.